കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണല്ലോ സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 10 ദിവസമായി നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ AICC ഇന്ന് ഉച്ചയോടെയാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. UDF 102 സീറ്റുകൾ നേടി വലിയ വിജയം കൈവരിച്ചിട്ടും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ പേരുകൾ ഉയർന്നുവന്നത് വലിയൊരു യുദ്ധം തന്നെ അണികൾക്കിടയിൽ സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ ഹൈക്കമാൻഡ് സതീശനെ തന്നെ ആ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയായിരുന്നു. പാസ്റ്റർ സജു ചാത്തന്നൂരിന്റെ പ്രവചിൽ കൃത്യമായി ഇന്ന് സംഭവിച്ചത് വളരെ കൗതുകകരമാണ്. ഭരണമാറ്റത്തെക്കുറിച്ചും പുതിയ നേതൃത്വത്തെക്കുറിച്ചും അദ്ദേഹം നടത്തിയ കൃത്യമായ കണക്കുകൂട്ടലുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. CPM-നെ സംബന്ധിച്ച് ഒരു 40 സീറ്റിനകത്ത് അവർ ജയിച്ചു വരും CPM-ന്. അതോടൊപ്പം CPI തന്നെ ഒരു 10 സീറ്റ് പുറത്ത് അവർക്കും കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലാം കൂടെ വന്നാൽ ഒരു 62 സീറ്റിൽ കൂടുതൽ ഈ ട്രെൻഡിൽ കിട്ടാൻ സാധ്യതയില്ല. പുതിയ മാനിഫെസ്റ്റോ എന്താ വെച്ചാൽ ഒരു ചേഞ്ച് ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ CPM-നേക്കാൾ ഉപരി കോൺഗ്രസ് ഇപ്രാവശ്യം ഏകദേശം 90-ൽ പരം സീറ്റിനടുത്ത് മത്സരിക്കുന്നുണ്ട്. സ്വതന്ത്രരടക്കം 87-90. അതാണ് ആ മാൻഡേറ്റ്. 90 നോക്കിയാൽ 50-50 ആയാലും 45 സീറ്റ് ജയിക്കും. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിന് ഒരു 20 സീറ്റ് അവർക്ക് കിട്ടും. അവരുടെ സീറ്റ് പെട്ടിയിലിട്ട സീറ്റ്, അവരുടെ സീറ്റ് അത് അവർ മാറി കുത്തത്തുമില്ല. അവരെ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ ആവശ്യമില്ലാതെ വിവാദത്തിന് ഇറങ്ങത്തില്ല. അപ്പൊ അവരിങ്ങോട്ടൊരു പ്രചരണത്തിൽ പോലും വരുന്നില്ല. അങ്ങനെ ഒരു 45 കോൺഗ്രസ് കൂട്ടിയാൽ മാക്സിമം ഒരു 20 സീറ്റോളം മുസ്ലിം ലീഗിന് കിട്ടും. 65. പിന്നെ ഏത് ട്രെൻഡ് വന്നാലും ഇതിന്റെ ഇടയ്ക്കൂടെ വ്യക്തിപരമായിട്ട് ഒരു 10 കൂടെ കിട്ടിയാൽ 75 സീറ്റുമായിട്ട് ഇന്നത്തെ കണക്കിൽ UDF വരും. അതാണ് ഇന്നത്തെ ട്രെൻഡ്. കോൺഗ്രസിലെ കസേര കൊതി. മുല്ലപ്പള്ളി പറയുന്നത് എനിക്കൊരു അവസരം കിട്ടിയ കൊള്ളായിരുന്നു. PM സുധീരൻ പറയുന്നത്. പിന്നെ 2 പേരെ ഡൽഹിയിൽ നിന്ന് അവന്മാർ വെട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സുധാകരനെ നമ്മുടെ അടൂർ പ്രകാശിനെ വെട്ടി. ഇപ്പൊ ജനങ്ങളുടെ ഇടയ്ക്ക് മാൻഡേറ്റ് ഉള്ളത് രാഹുൽ ഗാന്ധിക്ക് പിടികിട്ടി. ഒന്ന് സതീശനും രമേശ് ചെന്നിത്തല വളരെ സീനിയർ നേതാവും കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് വിട്ട് ഒരു പരിപാടിക്ക് പോകാത്തതുകൊണ്ട് അവര് വെച്ചിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം ആര് ഭരിക്കുമെന്ന് പറഞ്ഞാൽ പാസ് എഴുതിക്കോളാം. UDF അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ 2.5 വർഷം ഒന്നുകിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ. അടുത്ത 2.5 വർഷം ഇത് മാറും. പക്ഷെ 2 പേരും മന്ത്രിസഭയിൽ കാണും. അതിനൊരു ഫോർമുലയും കൂടെ പാസ്വേഡ് പറഞ്ഞുതരാം. ഒരു പക്ഷേ VD സതീശൻ അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കും. മനസ്സിലായല്ലോ? അല്ലെ രമേശ് ചെന്നിത്തല പിന്നെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ VD സതീശൻ ആഭ്യന്തരമന്ത്രിയാവും. 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇവർ ചേഞ്ച് ചെയ്യും. എന്നുവെച്ചാൽ VD സതീശൻ അവർ അവോയ്ഡ് ചെയ്യത്തില്ല. ഈ 5 വർഷമായിട്ട് കോൺഗ്രസിന് വേണ്ടി നെട്ടോട്ട് കൊടുത്ത് AICC പുള്ളിയുടെ കൂടുണ്ട്. അപ്പൊ തന്നെ രമേശ് ചെന്നിത്തല അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നുള്ളതിൽ സീനിയർ നേതാവ് ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും എല്ലാം ഈ പിന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്നത് രമേശ് ചെന്നിത്തല ആവശ്യമില്ലാത്ത കാര്യം പറയത്തുമില്ല. ലോകത്തുള്ള സകല ജനതയെയും ഒരൊറ്റ നുകത്തിനു കീഴിൽ ഭേദചിന്തകളില്ലാതെ ഭരിക്കുക എന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം. ജാതിമത ഭേദമന്യേ സകല ജനങ്ങളും അണിനിരക്കുന്ന ഒരു ഭരണമാണിത്. ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെയോ മതങ്ങളുടെയോ പക്ഷം പിടിക്കാതെ ഒരു നേതാവിനും ഏതൊരു രാഷ്ട്രീയത്തിലും പിടിച്ചു നിൽക്കാൻ അസാധ്യമാണ്. സമ്പന്നന്മാരെ ആശ്രയിക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും മുന്നോട്ടു പോകില്ല എന്നതുകൊണ്ട് തന്നെ ലോകത്തൊരിടത്തുപോലും പൂർണ്ണമായ നീതിയോടെ ഭരിക്കാൻ ഒരു മാനുഷിക നേതാവിനും കഴിയില്ല. എന്നാൽ ആരും തെരഞ്ഞെടുക്കാത്ത, ആരും വോട്ട് ചെയ്ത് ജയിപ്പിക്കാത്ത, ജാതിയും വർഗഭേദവുമില്ലാത്ത, മുഖപക്ഷം കാണിക്കാത്ത, തുല്യനീതി നടപ്പിൽ വരുത്തുന്ന ഒരു രാജാവ് വരുന്നുണ്ട്. അവന്റെ പേരും ഭരണവും ബൈബിൾ ഇപ്രകാരം വെളിപ്പെടുത്തുന്നു. യെശയ്യാവ് 9-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്നു പേർ വിളിക്കപ്പെടും എന്ന് കാണുന്നു. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. യെശയ്യാവ് 32-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്ന് നാം വായിക്കുന്നു. വെളിപ്പാട് 11-ാം അധ്യായം 15-ാം വാക്യപ്രകാരം, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി. വെളിപ്പാട് 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തുവെന്നും അവർ ജീവിച്ചു,
1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാതിരാജാവായ യേശുക്രിസ്തു 1000 ആണ്ട് ഭൂമിയെ ഭരിക്കും. അന്ന് സകല വിശുദ്ധന്മാരും രാജാക്കന്മാരും മന്ത്രിമാരുമായി സ്ഥാനമേറ്റ് ലോകത്തെ ഭരിക്കും. ആ നാളിൽ കളവും ചതിയും വഞ്ചനയും കൊലയും സംഘർഷങ്ങളും പ്രക്ഷോഭങ്ങളുമില്ലാത്ത മനോഹരമായ ഒരു ഭരണവാഴ്ച അന്ന് ഭൂമിയിൽ വരും. മാനുഷികമായ രാഷ്ട്രീയത്തിനപ്പുറം ദൈവികമായ ഈ നീതിപീഠത്തിനായി ലോകം പ്രത്യാശയോടെ കാത്തിരിക്കുന്നു.